ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, അത് സുവിശേഷത്തിൽ വിവരിക്കുന്നതിനെ തുടർന്ന് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ വചനം നമ്മൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായത്തിൽ സുവർണ്ണ നിയമം പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് ചെയ്യുവിനെന്ന്. നമ്മൾ മനുഷ്യരല്ലേ, കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, തെറ്റുകൾ സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച് മറ്റുള്ളവർ നമ്മളോടെല്ലാം ക്ഷമിക്കണമെന്നും സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയണമെന്നും നമ്മുടെ നിരവധിയായ പാപങ്ങൾ തമ്പുരാൻ ക്ഷമിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണന നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാറില്ല. മറ്റുള്ളവരോട് പലപ്പോഴും ഇപ്പോഴും നമ്മൾ പിണക്കം സൂക്ഷിക്കുന്നുണ്ട്. ഹൃദയപൂർവ്വം അവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. പക്ഷേ കർത്താവിനോട് നമ്മൾ വ്യവസ്ഥ ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളോട് തെറ്റിയതോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കർത്താവും ക്ഷമിക്കണമെന്ന്. അപ്പം പിന്നെ നമ്മൾ ക്ഷമിക്കാതെ ക്ഷമിച്ചതുപോലെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തിരസ്കരിക്കപ്പെടുകയാണ്. നമ്മുടെ പാപവും ക്ഷമിക്കാതെ വരുന്ന സാഹചര്യം. സുവിശേഷത്തിൻ്റെ രൂപം ഈശോ പറയുന്നുണ്ടല്ലോ, സഹഭൃത്യനോട് ക്ഷമിക്കാതിരുന്ന ഭൃത്യനെ വീണ്ടും രാജാവ് ജയിലിലടയ്ക്കുന്നത്. നമ്മുടെ പാപങ്ങൾ, നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ നാം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചേ പറ്റൂ. ഈശോയെ ഞങ്ങളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.